ചരിത്രത്തിൽ പല ഭരണാധികാരികളും യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പലരും അധികാരം നഷ്ടപ്പെട്ട് തടവറകളിൽ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മരിച്ച് 2 വർഷം കഴിഞ്ഞ ശേഷം കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് വീണ്ടും വധശിക്ഷയ്ക്ക് വിധേയനായ ഒരു ഭരണാധികാരിയുടെ കഥ നിങ്ങൾക്കറിയാമോ? ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ നേതാക്കളിൽ ഒരാളായ ഒലിവർ ക്രോംവെല്ലിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഈ അസാധാരണ സംഭവം നടന്നത്. അധികാരവും പ്രതികാരവും രാഷ്ട്രീയ പകയും എത്രത്തോളം മനുഷ്യരെ സ്വാധീനിക്കാമെന്നതിന്റെ ഏറ്റവും വിചിത്രമായ ഉദാഹരണങ്ങളിൽ ഒന്നായി ഇന്നും ഈ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാണാം ഒരു നാൾ ഒരിടത്ത്. പതിനേഴാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൽ രാജാവും പാർലമെന്റും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരുന്നു. രാജാവായിരുന്ന ചാൾസ് ഒന്നാമൻ തന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പാർലമെന്റ് അതിനെ എതിർത്തു. ഈ അഭിപ്രായ വ്യത്യാസം പിന്നീട് ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു. ഈ യുദ്ധത്തിലാണ് പാർലമെന്റിന്റെ പക്ഷത്തു നിന്ന് ഒലിവർ ക്രോംവെൽ എന്ന രാഷ്ട്രീയ നേതാവ് ശ്രദ്ധേയനായി മാറിയത്. അസാധാരണമായ സൈനിക കഴിവും നേതൃപാടവവും കൊണ്ട് ക്രോംവെൽ വളരെ വേഗത്തിൽ ശക്തനായ നേതാവായി വന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിന്റെ സൈന്യം വിജയങ്ങൾ നേടാൻ തുടങ്ങി. ഒടുവിൽ രാജാവിന്റെ സൈന്യം പരാജയപ്പെടുകയും ചാൾസ് ഒന്നാമൻ പിടിയിലാവുകയും ചെയ്തു. ഇതിനുശേഷം നടന്നത് യൂറോപ്പിനെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു. ഒരു രാജാവിനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയനാക്കുക എന്നത് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള കാര്യമായിരുന്നു. എന്നിരുന്നാലും 1649 ജനുവരി 30 ചാൾസ് ഒന്നാമനെ പരസ്യമായി വധിച്ചു. ഈ തീരുമാനത്തിന് പിന്നിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു ഒലിവർ ക്രോംവെൽ. രാജാവിന്റെ മരണശേഷം ഇംഗ്ലണ്ടിൽ രാജഭരണം അവസാനിപ്പിക്കുകയും രാജ്യം റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് ക്രോംവെൽ രാജ്യത്തിന്റെ ഏറ്റവും ശക്തനായ വ്യക്തിയായി മാറി. അദ്ദേഹം ലോർഡ് പ്രൊട്ടക്ടർ എന്ന പദവിയിൽ ഇംഗ്ലണ്ടിനെ ഭരിച്ചു. അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ രാജ്യത്തെ രക്ഷിച്ച നേതാവായി കണ്ടപ്പോൾ വിമർശകർ അദ്ദേഹത്തെ ഒരു പുതിയ ഏകാധിപതിയായാണ് വിശേഷിപ്പിച്ചത്. 1658 ഒലിവർ ക്രോംവെൽ അസുഖബാധിതനായി മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു രാജാവിന് ലഭിക്കുന്നത് പോലെയുള്ള ബഹുമതികളോടെയാണ് സംസ്കാരം നടത്തിയത്. ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ കഥ അവസാനിച്ചതായി പലരും കരുതി. എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും വിചിത്രമായ സംഭവം നടക്കുന്നത് മരണശേഷമാണ്. ക്രോംവെല്ലിന്റെ മരണത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ സാഹചര്യം വീണ്ടും മാറി. ജനങ്ങൾക്കിടയിലും രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും രാജഭരണം തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായി. ഒടുവിൽ 1660 ചാൾസ് ഒന്നാമന്റെ മകനായ ചാൾസ് രണ്ടാമൻ ഇംഗ്ലണ്ടിന്റെ രാജാവായി അധികാരമേറ്റു. അധികാരത്തിലെത്തിയ ഉടൻ തന്നെ തന്റെ പിതാവിന്റെ വധത്തിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ അദ്ദേഹം ആരംഭിച്ചു. എന്നാൽ പ്രധാന കുറ്റവാളിയായി കണക്കാക്കപ്പെട്ടിരുന്ന ഒലിവർ ക്രോംവെൽ അപ്പോഴേക്കും മരണപ്പെട്ടിട്ട് 2 വർഷമായിരുന്നു. സാധാരണ സാഹചര്യത്തിൽ അവിടെ കഥ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ ചാൾസ് രണ്ടാമൻ അങ്ങനെ കരുതിയില്ല. തന്റെ പിതാവിനെ വധിച്ചവരോടുള്ള പ്രതികാരം ജീവനുള്ളവരിൽ മാത്രം ഒതുങ്ങരുതെന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി ക്രോംവെല്ലിന്റെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുക്കാൻ ഉത്തരവിട്ടു. 1661 ജനുവരി 30 അതായത് ചാൾസ് ഒന്നാമൻ വധിക്കപ്പെട്ടതിന്റെ 12ാം വാർഷിക ദിനത്തിൽ ക്രോംവെല്ലിന്റെ മൃതദേഹം കുഴിമാടത്തിൽ നിന്ന് പുറത്തെടുത്തു. പിന്നീട് അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ കെട്ടിത്തൂക്കുകയും മരണാനന്തര വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. അവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല. മണിക്കൂറുകളോളം തൂക്കിയിട്ട ശേഷം മൃതദേഹത്തിന്റെ തല വെട്ടിമാറ്റി. തുടർന്ന് ആ തല ഒരു കുന്തത്തിൽ തറച്ചുവെച്ച് വെസ്റ്റ്മിനിസ്റ്റർ ഹാളിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചു. രാജാവിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ ഭാവി എന്തായിരിക്കുമെന്ന മുന്നറിയിപ്പായാണ് ഇത് കണക്കാക്കപ്പെട്ടത്. വർഷങ്ങളോളം ക്രോംവെല്ലിന്റെ തല വിവിധ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ടതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. പിന്നീട് അത് പലരുടെ കൈകളിലൂടെ സഞ്ചരിക്കുകയും ഒടുവിൽ 1960 കേംബ്രിഡ്ജിലെ സിഡ്നി സസെക്സ് കോളേജിൽ രഹസ്യമായി അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു. ഇന്ന് ഈ സംഭവത്തെ ചരിത്രകാരന്മാർ പല രീതിയിലാണ് വിലയിരുത്തുന്നത്. ചിലരിത് രാജഭരണത്തിന്റെ പ്രതികാര നടപടിയായി കാണുമ്പോൾ മറ്റു ചിലർ രാഷ്ട്രീയ പക എത്രത്തോളം അതിരുകടക്കാമെന്നതിന്റെ ഉദാഹരണമായാണ് കാണുന്നത്. എന്തായാലും മരിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം മൃതദേഹം പുറത്തെടുത്ത് വധശിക്ഷ നടപ്പാക്കിയ സംഭവം ലോക ചരിത്രത്തിലെ വളരെ അപൂർവമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒലിവർ ക്രോംവെല്ലിന്റെ കഥ ഇന്നും ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും ഞെട്ടിക്കുന്നതുമായ രാഷ്ട്രീയ പ്രതികാര കഥകളിലൊന്നായി നിലനിൽക്കുന്നു.